ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ട ബുർജി ബ്രേക്ക്ഫാസ്റ്റാണ്. അതേപോലെ തന്നെ സാധാരണ നിങ്ങൾ വീടുകളിൽ മുട്ടയൊക്കെ പൊരിച്ച് ബോറായിട്ടുണ്ടാവും. ഇന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് ഈ മുട്ട ബുർജി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇത് വർക്കൗട്ട് ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ നല്ല പ്രോട്ടീനും ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റും കൂടി ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കഴിക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഈ റെസിപ്പിക്ക് വേണ്ടി നമ്മൾ ചട്ടി അടപ്പത്ത് വെച്ചു. 2 ടീസ്പൂണ് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓയിലായാലും ഉപയോഗിക്കാം. ഇനി 2 സബോള കട്ട് ചെയ്ത് വെച്ചതാണ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമ്മളൊരു 1/2 ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് 2 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചതച്ച മുളക് ഒരു 1/2 ടീസ്പൂണ് ഇട്ട് കൊടുക്കാം. 1/2 സ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം പൊടിച്ചത്. 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. 1/2 സ്പൂണ് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ 2 തക്കാളി അരിഞ്ഞു വെച്ചതാണ്, അതിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാല എല്ലാം നല്ലതായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മുട്ട അടിച്ചൊഴിക്കുകയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 മുട്ടയാണ്. നിങ്ങൾക്ക് ആവശ്യം പോലെ എടുക്കാം. നമ്മുടെ ചാനലിൽ ഒരു പുതിയ റാഗി സ്മൂത്തി വരുന്നുണ്ട്, നിങ്ങളെല്ലാവരും മിസ് ചെയ്യാതെ കാണണം. ഇത് വന്നിട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ്. പിന്നെ ചാനൽ പുതിയതാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തണം. നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി മുട്ട അതിലിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് 1 കപ്പ് അവലാണ് ഇട്ടിരിക്കുന്നത്. അത് പേപ്പർ അവലാണ്. അപ്പോൾ നമുക്ക് വേഗം അതിൽ മിക്സായി വരും. നല്ല ടേസ്റ്റായിരിക്കും. ഇതിങ്ങനെ നമ്മളിട്ട് പൊരിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വേഗം ജോലിക്കൊക്കെ പോകുന്നവർക്ക് എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുത്ത് കഴിക്കാവുന്നതാണ്. ഇനി കുറച്ച് മല്ലിയില നമ്മളതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു. ഇളക്കി നമ്മുടെ ഈ റെസിപ്പി അങ്ങനെ തയ്യാറായി കഴിഞ്ഞു. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്ക് ബൈ.